വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 6ാം ക്ലാസ്സിലെ എ ബോട്ടിൽ ഓഫ് ഡ്യൂ എന്ന പാഠത്തിൻ്റെ 2ാം ഭാഗമാണ്. രാമനാഥ വൻ ഹോം. രാമനാഥൻ വീട്ടിൽ പോയി. ആൻഡ് ആഫ്റ്റർ ടോക്കിംഗ് ടു ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സംസാരിച്ച ശേഷം, സ്റ്റാർട്ടഡ് ക്ലീനിങ് ഹിസ് ലാർജ് ഫീൽഡ്സ്, അതിനുശേഷം എന്ത് ചെയ്തു? അദ്ദേഹം തൻ്റെ വിസ്തൃതമായ വയലൊക്കെ ഒന്ന് വൃത്തിയാക്കി. വിച്ച് ഹാഡ് ബീൻ ലയിങ് എംപ്റ്റി ഫോർ ദീസ് ഇയേഴ്സ്. ആ ഭൂപ്രദേശമൊക്കെ വെറുതെ കിടക്കുകയായിരുന്നു വർഷങ്ങളോളം. ദർ ഹി പ്ലാന്റഡ് റോസ് ആൻഡ് റോസ് ഓഫ് ബനാന പ്ലാന്റ്. അവിടെ അയാൾ എന്ത് ചെയ്തു? ഹി പ്ലാന്റഡ് റോസ് ആൻഡ് റോസ് ഓഫ് ബനാന പ്ലാന്റ്. അയാൾ കൃഷി ചെയ്തു. എന്താണ് കൃഷി ചെയ്തത്? വരിയായിട്ട് വാഴ കൃഷി ചെയ്തു. ഹി ടെൻഡേഡ് ദം കെയർഫുള്ളി. അയാൾ ഇതിനെ നോക്കി പരിപാലിച്ചു. എന്താണ് ഈ നോക്കി പരിപാലിക്കുന്നത്? എങ്ങനെയാണ് നോക്കി പരിപാലിക്കുന്നത്? വാഴയ്ക്ക് വെള്ളം കോരും, വളമിടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ സംരക്ഷിച്ചു. മനസ്സിലായോ? അങ്ങനെയാണ് നോക്കി പരിപാലിക്കുന്നത്. എന്നിട്ടോ, ഹി ടെൻഡേഡ് ദം കെയർഫുള്ളി ഡ്യൂറിങ് ദ വിൻ്റർ മന്ത്സ്. ആ ശീതകാല മാസങ്ങളിലെ, വിൻ്റർ മന്ത്സ് ശീതകാല മാസമാണ്, ആ സമയത്ത് കളക്റ്റഡ് ദ ഡ്യൂ ദറ്റ് ഫോംഡ് ഓൺ ദം. അവയിലുണ്ടാകുന്ന അതേ ഫോം ചെയ്യുന്ന മഞ്ഞിൻ്റെ തുള്ളികളൊക്കെ ശേഖരിച്ചു. വിത്ത് ഗ്രേറ്റ് കെയർ, വളരെ ശ്രദ്ധയോടെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വിലയേറിയ സാധനമല്ലേ. അപ്പോൾ അതെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം കളക്ട് ചെയ്തു ശ്രദ്ധയോടുകൂടി. ഹിസ് വൈഫ് ഹെൽപ്ഡ് ഹിം ടു. അയാളുടെ ഭാര്യയെ സഹായിച്ചു ഇല്ലേ? മഞ്ഞുതുള്ളിയൊക്കെ എടുക്കാനായിരിക്കും പുള്ളി സഹായിച്ചത്. ഹിസ് വൈഫ് ഹെൽപ്പ് ഹിം ടു. വൈഫ് സഹായിച്ചു ഈ കാര്യങ്ങളിലൊക്കെ. വെള്ളം കോരാനും വാഴയ്ക്ക് തടമെടുക്കാനും ഒക്കെ സഹായിച്ചു. മാധുരി ഗാദേഡ് ദി ബനാന ക്രോപ്പ്. വാഴക്കൃഷിയുടെ വിളവെടുപ്പൊക്കെ നടത്തിയതാരാ? വിളവെടുപ്പ് നടത്തിയ മാധുരിയാണ് അല്ലേ? വാഴക്കൊല വെട്ടിയെടുക്കണം. ടുക്ക് ഇറ്റ് ടു ദ മാർക്കറ്റ്. അത് ചന്തയിൽ കൊണ്ടുപോയി. ആൻഡ് ഗോട്ട് എ ഗുഡ് പ്രൈസ് ഫോർ ഇറ്റ്. അതിന് നല്ലൊരു വില കിട്ടി പുള്ളിക്കാരത്തിക്ക്. മനസ്സിലായില്ലേ? ഭർത്താവ് അവിടെ എന്തെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഈ ഡ്യൂ ഡ്രോപ്സ് ഒക്കെ കളക്ട് ചെയ്യും. ഭാര്യ എന്ത് ചെയ്തു? വാഴക്കൊലയെല്ലാം വിട്ട് ചന്തയിൽ കൊണ്ടുപോയി. ഓവർ ദി ഇയേഴ്സ്, വർഷങ്ങളോളം ഇങ്ങനെ തുടർന്നു. രാമനാഥ പ്ലാന്റഡ് മോർ ആൻഡ് മോർ പ്ലാന്റ്സ്. രാമനാഥൻ കൂടുതൽ പ്ലാന്റ്സൊക്കെ കൃഷി ചെയ്തു, കൂടുതൽ വാഴ വെച്ചു. ആൻഡ് ദേ ഹാഡ് എ ഹ്യൂജ് ബനാന പ്ലാന്റേഷൻ. ഇപ്പോൾ അവർക്ക് അപ്പോൾ ദേശം മുഴുവൻ വാഴയാണ്. ഹ്യൂജ് ബനാന പ്ലാന്റേഷനാണ്, വലിയ വാഴക്കൃഷി തോട്ടമാണ്. ആൻഡ് ദേ ഹാഡ് എ ഹ്യൂജ് ബനാന പ്ലാന്റേഷൻ. വലുതായിരിക്കുന്ന വാഴക്കൃഷി തോട്ടമാണ് പുള്ളിക്ക്. അറ്റ് ദ എൻഡ് ഓഫ് 6 years, 6 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഹീ ഫൈനലി ഹാഡ് ഹിസ് 5 liters ഓഫ് ഡ്യൂ. 5-6 വർഷം എടുത്ത് 5 ലിറ്റർ ഡ്യൂ കളക്ട് ചെയ്യാനായിട്ട് ഇല്ലേ? ഇത്രയും താമസിച്ചു. അതാ 6 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് 5 ലിറ്റർ ഡ്യൂ കിട്ടി. നല്ല പണിയായിപ്പോൾ ഇല്ലയോ? ദേ നമ്മൾ അടുത്ത പേജിലെത്തി കേട്ടോ. കെയർഫുള്ളി ഹീ ടുക്ക് ദ ബോട്ടിൽ ടു ദ സേജ്. ഈ സേജിൻ്റെ ഇടയിലോട്ട് ഈ 5 ലിറ്റർ വെള്ളം നിറച്ച കുപ്പിയായിട്ട് പോയി. വളരെ കെയർഫുള്ളായിട്ടാണ് പോയത്. കാരണം ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ അത് നേടിയെടുത്തത്, ശേഖരിച്ചത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ ബോട്ടിൽ സേജിൻ്റെ കൊണ്ടുവന്നു. സേജ് ആരാ? അവിശുദ്ധനായിരിക്കുന്ന മഹർഷിയുടെ കൊണ്ടുവന്നു. ദ സേജ് സ്മൈൽഡ്. അദ്ദേഹം ചിരിച്ചു. ആൻഡ് മട്ടേഡ് സംതിങ് ഓവർ ദി വാട്ടർ. എന്നിട്ട് വെള്ളത്തിൻ്റെ തൊട്ട് മുകളിലോട്ട് എന്തോ ഒന്ന് മന്ത്രമാണ്. ദെൻ ഹി റിട്ടേൺ ദ ബോട്ടിൽ. എന്നിട്ട് ബോട്ടിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആൻഡ് സെറ്റ് ട്രൈ ഇറ്റ് ഔട്ട്. നീ നോക്കിക്കേ, ഒന്ന് വരുമോ, സ്വർണ്ണം ആവുമോ ഇല്ലയോ എന്നാ അല്ലേ? ട്രൈ ഇറ്റ് ഔട്ട്, പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞു. രാമനാഥ സ്പ്രിങ്കിൾഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓൺ എ കോപ്പർ വെസൽ. വീട്ടിൽ ചെന്ന് ഉടനെ എന്ത് ചെയ്തു? ചെമ്പുകൾ എടുത്തിട്ട് അത് കുറച്ച് തളിച്ചു നോക്കി. രാമനാഥ സ്പ്രിങ്കിൾഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓൺ എ കോപ്പർ വെസൽ. ഒരു ചെമ്പ് കലത്തിൻ്റെ മുകളിലാണ്, ചെമ്പ് പാത്രത്തിൻ്റെ മുകളിലോട്ട് തെളിച്ചു. എന്നിട്ടോ തെളിച്ചിട്ട് പിന്നെ അവിടെ നോക്കിയിരിക്കണ്ടേ? ആൻഡ് വെയിറ്റഡ് ഫോർ ഇറ്റ് ടു ടേൺ ഇൻ ടു ഗോൾഡ്. അവിടെ കാത്തിരുന്നു സ്വർണ്ണമായിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്. ടു ഹിസ് സർപ്രൈസ് നത്തിങ് ഹാപ്പൻഡ്. അയാൾ അത്ഭുതപ്പെട്ടു. അയ്യോ, ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ എന്നോർത്ത് ഇല്ലേ? നമ്മളാണെങ്കിൽ സ്വർണ്ണം ആയിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടുക. ഇതിപ്പോൾ സ്വർണ്ണം ആയില്ലല്ലോ എന്നാണ് അത്ഭുതപ്പെടുക. കാരണം 5-6 വർഷം കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ, മാറ്റമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ പുള്ളി അത്ഭുതപ്പെട്ടു പോയി. ദിസ് ഈസ് ചീറ്റിംഗ് ഹി ടോൾഡ് ദ സേജ്.
ഇത് കുറേ കളിപ്പിലായിപ്പോയി കേട്ടോ. ദിസ് ഈസ് ചീറ്റിംഗ് ഹി ടോൾഡ് ദ സേജ്. മഹർഷിയോട് പറഞ്ഞു, ഇതെന്നെ കളിപ്പിക്കുകയായിരുന്നല്ലേ. ഐ ഹാവ് വേസ്റ്റഡ് 6 precious years ഓഫ് മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വിലയേറിയ 6 വർഷങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി. ഐ ഹാവ് വേസ്റ്റഡ്, ഞാൻ വെറുതെ വേസ്റ്റാക്കി. ഏതാ 6 precious yearsആണ്. ഭയങ്കര വിലയേറിയ ദിവസങ്ങളാണ്. 6 വർഷമില്ല, 6 വർഷങ്ങൾ, വിലയേറിയ 6 വർഷങ്ങൾ നമ്മൾ പറയുന്നത്. പ്രഷ്യസ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ വിലയേറിയ 6 വർഷങ്ങൾ വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കി. ബട്ട് ദ സേജ് മഹീപതി, അതായത് പേര്, ആ സേജിൻ്റെ പേരാ. ബട്ട് ദ സേജ് മഹീപതി, മഹീപതി എന്ന് പറയുന്ന ആ സേജ് ഉണ്ടല്ലോ, ആ പറയുന്ന മഹർഷി, ഉള്ളി സ്മൈൽഡ്, വെറുതെ ചിരിച്ചേ ഉള്ളൂ. എന്നിട്ടോ കോൾഡ് മാധുരി ടു കം ഫോർവേഡ്, മാധുരിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വിളിച്ചു അല്ലേ. ഈ സ്മൈൽഡ് ആൻഡ് കോൾഡ് മാധുരി ടു കം ഫോർവേഡ്, മാധുരി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. ഷീ കെയിം വിത്ത് എ ബിഗ് ബോക്സ്, അവരുടെ കയ്യിലൊരു വലിയ പെട്ടിയുണ്ട്. ഷീ കെയിം വിത്ത് എ ബിഗ് ബോക്സ്, ഒരു വലിയ പെട്ടിയായിട്ടാണ് അവർ മുന്നോട്ട് വന്ന്. വെൻ ഷീ ഓപ്പൺഡ് ഇറ്റ്, അവളത് തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഇൻസൈഡ് ഷൈൻഡ് സ്റ്റാക്സ് ഓഫ് ഗോൾഡ് കോയിൻസ്, അതിൻ്റെ അകത്ത് നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. നൗ ദ സേജ് ടേൺ ടു ദ വെരി സർപ്രൈസ് രാംനാഥ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, സർപ്രൈസായിട്ട് നിൽക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ദ സേജ് ടേൺ ടു വെരി സർപ്രൈസ് രാംനാഥ്, അന്തം വിട്ട് നിൽക്കുന്ന രാംനാഥിൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ആൻസർ, എന്നിട്ട് പറഞ്ഞു, ദർ ഇസ് നോ മാജിക് പോഷൻ ദറ്റ് ക്യാൻ ടേൺ തിങ്സ് ടു ഗോൾഡ്. ഇവിടെ ഈ മാജിക് കഷായമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ വസ്തുക്കളെ ഗോൾഡാക്കി മാറ്റാൻ കഴിയുന്ന, വസ്തുക്കളെ സ്വർണ്ണമാക്കി മാറ്റാൻ കഴിയുന്ന മാന്ത്രിക കഷായം എന്നൊന്നില്ല എന്ന് പറഞ്ഞു. യു വർക്ക്ഡ് ഹാർഡ് ഓൺ യുവർ ലാൻഡ്, നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടു. യു വർക്ക്ഡ് ഹാർഡ്, നിങ്ങൾ നന്നായി ജോലി ചെയ്തു. എവിടെയാ? ഓൺ യുവർ ലാൻഡ്, നിങ്ങളുടെ ഭൂമിയിൽ. ആൻഡ് ക്രിയേറ്റഡ് ദിസ് പ്ലാന്റേഷൻ, അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് ഈ പറയുന്ന വാഴത്തോട്ടം. മനസ്സിലായില്ലേ? വൈൽ യു ലുക്ക്ഡ് ആഫ്റ്റർ ദ ട്രീസ്, നിങ്ങൾ ഈ മരമൊക്കെ നോക്കി വളർത്തിയപ്പോഴേ യുവർ വൈഫ് സോൾഡ് ദ ഫ്രൂട്ട്സ് ദ മാർക്കറ്റ്, നിങ്ങളുടെ വൈഫ് ഈ വാഴപ്പഴമൊക്കെ എടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു അല്ലേ. ദാറ്റ് ഈസ് ഹൗ യു ഗോട്ട് ദിസ് മണി, അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പണമൊക്കെ കിട്ടിയത്. മനസ്സിലായില്ലേ? വാഴക്കല വിട്ട് കിട്ടിയ കാശ. ഇറ്റ് വാസ് യുവർ ഹാർഡ് വർക്ക് ദാറ്റ് ക്രിയേറ്റഡ് ദിസ് വെൽത്ത്, നിങ്ങളുടെ ആ കഷ്ടപ്പെട്ട ജോലിയാണ്, ഹാർഡ് വർക്കാണ് ദാറ്റ് ക്രിയേറ്റഡ് ദിസ് വെൽത്ത്, ഈ ധനം ഉണ്ടാക്കിയത്. നോട്ട് മാജിക്, ഇത് മന്ത്രമൊന്നും അല്ല കേട്ടോ. ഇഫ് ഐ ഹാഡ് ടോൾഡ് യു അബൌട്ട് ദിസ് ഏർലിയർ, ഞാനിത് നിങ്ങൾ ഇതേപോലെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ യു വുഡ് ഹാവ് നോട്ട് ലിസൺ ടു മീ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കില്ലായിരുന്നു. സോ ഐ ഹാവ് പ്ലേഡ് എ ട്രിക്ക് ഓൺ യു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്. രാമനാഥ അണ്ടർസ്റ്റുഡ് ദ വിസ്ഡം ബിഹൈൻഡ് ദീസ് വേർഡ്സ്, രാമനാഥന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഈ അണ്ടർസ്റ്റുഡ് ദ വിസ്ഡം ബിഹൈൻഡ് ദീസ് വേർഡ്സ്, ഈ വാക്കുകളുടെ പിന്നിലെ ജ്ഞാനം മനസ്സിലായി. വിസ്ഡം മീൻസ് ജ്ഞാനം, അറിവ് അല്ല ഒക്കെയാണ്, അതൊക്കെ മനസ്സിലായി. ഈ വാക്കുകളുടെ പിറകിലെ അറിവ് അദ്ദേഹത്തിന് മനസ്സിലായി. അറിവെന്നോ ഇൻസൈറ്റ് എന്നൊക്കെ പറയാം, ഉൾക്കാഴ്ച എന്നൊക്കെ പറയാം. അപ്പോൾ രാമനാഥ എന്താ മനസ്സിലാക്കി? രാമനാഥ അണ്ടർസ്റ്റുഡ് ദി വിസ്ഡം ബിഹൈൻഡ് ദീസ് വേർഡ്സ്, ഈ വാക്കുകളുടെ പിന്നിലെ അറിവ് അദ്ദേഹത്തിന് മനസ്സിലായി, അല്ലെ ആ ജ്ഞാനം മനസ്സിലായി, അല്ലെങ്കിൽ ആ ഇൻസൈറ്റ് മനസ്സിലായി. ആൻഡ് വർക്ക്ഡ് ഈവൻ ഹാർഡർ ഓൺ ഹിസ് പ്ലാന്റേഷൻ ഫ്രം ദാറ്റ് ഡേ ഓൺ, അന്ന് മുതലേ കുറേ കൂടെ കട്ടിയായിട്ട് കൊണ്ട് ജോലി ചെയ്യാൻ തുടങ്ങി. അതാ പറഞ്ഞത്. മനസ്സിലായോ? ഇനിയും നോക്കിക്കേ, താഴെ കണ്ടോ, ലെറ്റസ് ഡിസ്കസ്, നമുക്കൊന്ന് ചർച്ച ചെയ്യാവുന്ന. ലെറ്റസ് ഡിസ്കസ്. എന്തുകൊണ്ടാണ് രാമനാഥന് ദേഷ്യം വന്നത്? എന്തുകൊണ്ടാണ്? രാമനാഥൻ മാജിക് പോഷൻ കൊണ്ടുപോയിട്ട് ചെമ്പെടുത്ത് ഒഴിച്ചിട്ട് ഒരു മാറ്റവും വന്നില്ല, അപ്പോഴാണ് ദേഷ്യം വന്നതല്ലേ. അത് ഇങ്ങനെ പറയാം, രാമനാഥ സ്പ്രിങ്കിൾഡ് എ ലിറ്റിൽ ഡ്യൂസ് ഇൻ ദ ബോട്ടിൽ ഓൺ എ കോപ്പർ വെസൽ. എന്താ പറയണ്ടേ? രാമനാഥ സ്പ്രിങ്കിൾഡ് എ ലിറ്റിൽ ഡ്യൂസ് ഇൻ ദ ബോട്ടിൽ ഓൺ എ കോപ്പർ വെസൽ ആൻഡ് ഫൗണ്ട് നോ ചേഞ്ച്, ഒരു മാറ്റവും കണ്ടില്ല. സോ ഹീ ബിക്കെയിം ആംഗ്രി, അതുകൊണ്ടാണ് അവൾക്ക് ദേഷ്യം വന്നത് അല്ലേ. നമുക്ക് ഒന്നുകൂടെ പറയാം,
രാമനാഥ സ്പ്രിങ്കിൾഡ് എ ലിറ്റിൽ ഡ്യൂസ് ഇൻ ദ ബോട്ടിൽ ഓൺ എ കോപ്പർ വെസൽ ആൻഡ് ഫൗണ്ട് നോ ചേഞ്ച് ടു ദ കോപ്പർ വെസൽ. സോ ഹി ബിക്കെയിം ആംഗ്രി. അത്ര എഴുതിയാൽ സോ ഹി ബിക്കെയിം ആംഗ്രി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇതാതെ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. ഹൗ ഡിഡ് രാമനാഥ ആൻഡ് മധുമതി ക്രിയേറ്റ് വെൽത്ത്? എങ്ങനെയാണ് ഇവർക്ക് പൈസ ഉണ്ടാക്കിയത് അവർ? അതാ ഉത്തരം ഇങ്ങനെ കേട്ടോളൂ. രാമനാഥ ആൻഡ് മധുമതി ക്രിയേറ്റഡ് വെൽത്ത് ബൈ ദെയർ ഹാർഡ് വർക്ക്. അത്ര എഴുതിയാൽ മതി കേട്ടോ. ഈ ക്ലാസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.